പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അവർക്ക് ജ്ഞാനസ്നാനം നൽകുവിൻ. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചവയെല്ലാം അനുസരിക്കാൻ അവരെ പഠിപ്പിക്കുവിൻ. യുഗാന്തം വരെ എന്നും ഞാൻ നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കും. ഇത് മത്തായിയുടെ സുവിശേഷമാണ്. വചനം വരെ നമുക്ക് ശ്രദ്ധിക്കാം. യേശു പിതാവിൻ്റെ പക്കലേക്ക് മടങ്ങിപ്പോവുകയാണ്. എന്നാൽ തൻ്റെ ശിഷ്യരോട് സകല ജനതകളുടെയും പക്കലേക്കും ലോകത്തിൻ്റെ നാനാ അതിർത്തികളിലേക്കും സുവിശേഷ സന്ദേശവുമായി ഇറങ്ങിപ്പുറപ്പെടാൻ അവിടുന്ന് ആവശ്യപ്പെടുന്നു, ആഹ്വാനം ചെയ്യുന്നു. ഭൂമിയിലെ തൻ്റെ ദൗത്യം അവസാനിപ്പിച്ച് പിതൃസന്നിധിയിലേക്ക് യേശു ആരോഹണം ചെയ്യുന്നു. അങ്ങനെ താൻ വന്നിടമായ പിതാവിൻ്റെ പക്കലേക്ക് അവിടുന്ന് മടങ്ങിപ്പോകുന്നു. സ്വർഗാരോഹിതനായെങ്കിലും ശിഷ്യന്മാരോടുകൂടെ യേശു എന്നും വസിക്കുന്നു. ക്രിസ്തു ഇന്നും ജീവിക്കുന്നു. അവിടുന്ന് അരൂപിയുടെ ശക്തിയാൽ പുത്രനെ തൻ്റെ സന്നിധിയിൽ കൈക്കൊണ്ട അവിടുന്ന് മക്കളായ നമ്മെയും കാരുണ്യത്തോടെ കടാക്ഷിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. വചനം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ. ഓക്കെ, താങ്ക് യു, ബൈ.